ലാലിഗയിലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അവര് 2-1 തോറ്റിട്ടുള്ളത്. ഞാൻ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോ ചില ആളുകളെങ്കിൽ ജയിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് സെവിയക്കെതിരെ 2-1 തോറ്റിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ള ഹൂലിയൻ അൽവാരസ്, അതുപോലെ തന്നെ സിമിയോണി, അതുപോലെ തന്നെ ആന്റോയിൻ ഗ്രിസ്മാൻ തുടങ്ങിയ ഒരുപാട് പ്ലേയേഴ്സ് ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടില്ല. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇവൻ ദോ ലുക്മാൻ അടക്കം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് മത്സരം കളിച്ചിട്ടുള്ളത്. അപ്പോ ഏതായാലും ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിന് ലാലിഗ ഏതായാലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഐ മീൻ ബാഴ്സലോക്കോ റയലിലോ ഒരു ടൈറ്റിൽ കോമ്പറ്റീഷൻ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവര് എന്താണ് ആ കോപ്പ ഡെൽ റേയുടെ ഫൈനൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയ്ക്കെതിരെയാണ്. അപ്പൊ അതിൽ അവരുടെ കീ പ്ലേയേഴ്സിനൊക്കെ രക്ഷിച്ചാണല്ല, ആർക്കും ഒരു പരിക്ക് കാര്യങ്ങളൊന്നും വരാതെ എല്ലാവരും സേഫ് ആയിട്ട് വെച്ചൊരു മത്സരമായിരുന്നു ഇത് എന്ന് പറയാം. ഇത് നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ലൈനപ്പുകൾ കാര്യങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ സൊർലത്തും അതുപോലെ തന്നെ അലക്സ് ബയാനയും ആയിരുന്നു CF. സാധാരണ അവിടെ ഗ്രിസ്മാനും ഹൂലിയനൊക്കെ കളിക്കുന്ന പൊസിഷനുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ന്യൂ പ്ലെയേഴ്സ് ആണ് കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സെമിയോണി ഉണ്ട്, ഹൂലിയൻ അൽവാരസ്, മൊളീന, ലെങ്ലെറ്റ്, ലൊറന്റ്, ഗ്രിസ്മാന്, അതുപോലെ തന്നെ ലുക്മാന്, പിന്നെ റുഗേറി അവരുടെ സെന്റർ ബാക്ക് ആയിട്ടുള്ള അങ്ങനെ കീ പ്ലെയേഴ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കളി കണ്ടിട്ട് മാത്രം നമുക്ക് അത്ലറ്റിക്കോയെ ബാസ ബീറ്റ് ചെയ്യും എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവരെത്ര കാര്യമായിട്ട് ഈ ഒരു മത്സരം എടുത്തിട്ടില്ല എന്നതാണ് സത്യം. അപ്പൊ അടുത്ത കളിയിൽ ഇനി ബാസയ്ക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും സിമിയോണി ഹറാംബാൾ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ബാസ കംബാക്ക് എടുക്കോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോൺടൻസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.